സെക്രട്ടേറിയറ്റിന് മുന്നിൽ സിപിഐ ഉദ്യോഗാർത്ഥികളുടെ നിരാഹാര സമരം തുടരുന്നു. പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഉദ്യോഗാർത്ഥികൾ റിബൺ കൊണ്ട് കണ്ണുകൾ കെട്ടി ഏത്തമിട്ടു. സംസ്ഥാനത്ത് നിയമന നിരോധനമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ക്യാബിനറ്റ് യോഗവും മുഖ്യമന്ത്രിയും കൈവിട്ടതോടെയാണ് ഉദ്യോഗാർത്ഥികൾ തുടർ പ്രതിഷേധം നടത്തിയത്. പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഉദ്യോഗാർത്ഥികൾ റിബൺ കൊണ്ട് കണ്ണുകൾ കെട്ടി ഏത്തമിട്ടു. ചുവന്ന തുണി കൊണ്ട് കണ്ണു മൂടിക്കെട്ടി റാങ്ക് ലിസ്റ്റ് കയ്യിൽ പിടിച്ച് ഏത്തമിട്ടായിരുന്നു പ്രതിഷേധം. സംസ്ഥാനത്ത് നടക്കുന്നത് നിയമന നിരോധനമാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഉദ്യോഗാർത്ഥികളോട് ഗവൺമെന്റ് മനുഷ്യത്വപരമായ നടപടി സ്വീകരിക്കണമെന്നും വിഷയം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അടിയന്തരമായി മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കണം. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 1 വർഷമാണ്. പലരും ഓവറേജാണ്. അടുത്തൊരു റാങ്കിൽ പെടാൻ അവർ കഴിയില്ല. കാരണം അവരുടെ പ്രായപരിധി കഴിയുകയാണ്. അതുകൊണ്ട് മനുഷ്യത്വപരമായി ഈ കാര്യത്തെ സമീപിച്ചുകൊണ്ട് CPO റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ആളുകൾക്ക് പരമാവധി ആളുകൾക്ക് നിയമനം കൊടുക്കാനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കണം. ഇതാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ തന്നെ മുഖ്യമന്ത്രിക്ക് ഇന്നൊരു കത്ത് മുഖ്യമന്ത്രിക്ക് നൽകുന്നു. നിരാഹാര സമരത്തിനിടെ ഒരു ഉദ്യോഗാർത്ഥി ബോധരഹിതയായി വീണു. രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനിടയിലാണ് ഉദ്യോഗാർത്ഥിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. പോലീസ് വാഹനത്തിനായി ഏറെ നേരം കാത്തിരുന്നെങ്കിലും ലഭിക്കാതായതോടെ രമേശ് ചെന്നിത്തലയുടെ വാഹനത്തിൽ ഉദ്യോഗാർത്ഥിയെ ആശുപത്രിയിൽ എത്തിച്ചു. സമരങ്ങളോട് മുഖ്യമന്ത്രിക്ക് അലർജിയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് വളരെ തെറ്റായ സമീപനമാണ്. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. പോരാട്ടം നമുക്ക് തുടരേണ്ടി വരും. 964 പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ നിന്ന് 30% താഴെ പേരെ മാത്രമാണ് നിയമിച്ചത്. ഉയർന്ന കട്ട് ഓഫും ശാരീരിക ക്ഷമത പരീക്ഷയും അടക്കം പൂർത്തിയാക്കി ലിസ്റ്റിൽ പ്രവേശിച്ച ഇവരുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി ഏപ്രിൽ 19 അവസാനിക്കുക. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.